afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. ഇന്ന് ഇംഗ്ലീഷ് സാറിന്റെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? Super ആയിരുന്നു. Super ആയിരുന്നു, ma'am. Super ആയിരുന്നു. ഓക്കെ ഓക്കെ. ഇനി മുതൽ എല്ലാ സാറായിരിക്കും ക്ലാസ് എടുക്കുക? ഞാൻ സാറായിരിക്കും. നവ്യ ടീച്ചർ ഒരു മാസം ലീവാണ്. ഓക്കെ, അപ്പൊ നമ്മള് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനില് ഏതെടുത്തേ? നമ്മുടെ കഴിഞ്ഞില്ലേ നഴ്സിംഗ് ഫസ്റ്റത്തെ ആ നഴ്സിംഗ് കഴിഞ്ഞു. ഇനി എടുക്കാനുള്ളത് നഴ്സിംഗ് സൂപ്പർവൈസർ. എടുക്കണല്ലേ? ഡയറക്ടർ കഴിഞ്ഞില്ലേ? നഴ്സിംഗ് ഡയറക്ടർ കഴിഞ്ഞു. ഇനി നഴ്സിംഗ് സുപ്പീരിയറിന്റെ എടുക്കണം അല്ലേ? ഓക്കെ, അപ്പൊ ഇത് സിമ്പിൾ ആണ്. വെറുതെ വായിച്ചു പോയാൽ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നഴ്സിംഗ് ഡയറക്ടറൊക്കെ എല്ലാരും വായിച്ചൊക്കെ നോക്കിയാ അതിന്റെ ഡ്യൂട്ടീസ് എന്താ, റെസ്പോൺസിബിൾ എന്താന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായാ? ഓക്കെ, ഞാൻ ഓൺ മ്യൂട്ട് കൊടുക്കട്ടെ കേട്ടാ. നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ പഠിക്കുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് തുടങ്ങാം. നഴ്സിംഗ് സുപ്പീരിയന്റന്റ്. Nursing superintendent act as the second command in the nursing administration of the hospital. He or she will be held responsible for management and supervision of nursing services of the different departments of the hospital. In all areas of the nursing activity, he or she will help the nursing director and act as director in the absence of nursing director. ഇവിടെ എന്താ പറയണേ? ഇവിടെ പറയണത് നഴ്സിംഗ് സുപ്പീരിയന്റ് എന്ന് വെച്ചാൽ അത് നഴ്സിംഗ് കമാൻഡിലെ രണ്ടാമത്തെ ഇതാണ്. നമ്മൾ പറഞ്ഞ ഒരേ ശ്രേണി ഇവിടെ പഠിച്ചു. ഫസ്റ്റ് ശ്രേണി എന്ത് വന്നു? നഴ്സിംഗ് ഡയറക്ടർ. അതാണ് ഒന്നാമത്തെ ഇതല്ലേ. രണ്ടാമത്തെ ശ്രേണിയിൽ വന്നതാണ് നഴ്സിംഗ് സുപ്പീരിയന്റ്. അപ്പൊ നഴ്സിംഗ് സുപ്പീരിയർ പേജ് നമ്പർ ഒന്നും കിട്ടിയില്ലേ? നമ്മൾ എടുത്തതിന്റെ ബാക്കി ആയതുകൊണ്ടാണ് ഞാൻ വലിയ ഇതൊന്നും കാണിക്കാഞ്ഞത്. പേജ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലെ പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. 14 മൊഡ്യൂൾ 2 ഞാൻ ഇതൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ച ക്ലാസ്സിലോട്ട് തുടങ്ങിയത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ നഴ്സിംഗ് ഡയറക്ടർ അതെന്താണ്, അതിന്റെ ഡ്യൂട്ടീസ് എന്താ, റെസ്പോൺസിബിൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. രണ്ടാമത്തെയാണ് നഴ്സിംഗ് സുപ്പീരിയന്റന്റ്. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലെ രണ്ടാമത്തെ കമാൻഡർ ആണ് നഴ്സിംഗ് സുപ്പീരിയന്റന്റ് എന്ന് പറയുന്നത്. PDF കിട്ടോ മാം? PDF നിങ്ങളുടെ കയ്യിലില്ലേ? ബുക്കൊന്നും മേടിക്കാത്ത, ബുക്കൊന്നുമില്ലേ? ടെക്സ്റ്റ് കിട്ടാത്തവരാണോ എല്ലാവരും? ടെക്സ്റ്റ് ഇല്ല? ഉണ്ട്. ഓക്കെ, ടെക്സ്റ്റ് മേടിക്കണം. നമുക്ക് ടെക്സ്റ്റ് ഉണ്ടായാലല്ലേ പഠിക്കാൻ പറ്റൂ. ഇപ്പൊ ഗൈഡ് ഉണ്ടെന്ന് പറയണ്ടേ, ഗൈഡും മേടിക്കാം. ആ ഗൈഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും എക്സാമിന് വരുന്നത്. ആ ഗൈഡ് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് അത് തന്നെ, അതിലെ വേറെ ഒന്നും പുറത്തുനിന്ന് വരില്ല. ബുക്ക് മേടിച്ചിട്ടില്ല? ഓക്കെ, ബുക്ക് മേടിക്കാത്തവർ ഇവിടെ ശ്രദ്ധിക്കുക. ഇനി ബുക്ക് മേടിക്കുമ്പോ നിങ്ങൾ വായിക്കാം. ബുക്ക് മേടിക്കാത്തവരൊക്കെ എത്ര വേഗം മേടിക്കട്ടാ. അല്ലെങ്കിൽ PDF ഫോണിൽ ഇട്ട് തന്നിട്ടുണ്ടാവൂല, പ്രിന്റ് എടുക്കണം. അപ്പൊ PDF-ന്റെ പ്രിന്റ് ഒക്കെ എടുക്കുക. അപ്പൊ നമ്മളിപ്പോ ക്ലാസ് തുടങ്ങാം. ഇതൊന്ന് ഇപ്പൊ മനസ്സിലാക്കിയിരിക്കുക. എന്നിട്ട് പ്രിന്റ് വാങ്ങിച്ചിട്ട് വായിച്ചു നോക്കാം. അപ്പൊ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലെ ഗൈഡ് മാത്രം പഠിച്ചാൽ മതി. എക്സാമിന് ഗൈഡ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ 120 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഗൈഡിൽ നിന്നാണ് ഇപ്പോഴത്തെ ഇത് വന്നേക്കത്ത്. ഫുൾ ഗൈഡിൽ നിന്നായിരിക്കും വരുന്നത്. അപ്പൊ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലെ രണ്ടാമത്തെ കമാൻഡർ നഴ്സിംഗ് ആണ് നഴ്സിംഗ് സുപ്പീരിയന്റ് എന്ന് പറയുന്നത്. പിന്നെന്താ, ഇവിടെ ഹോസ്പിറ്റലിലെ വിവിധ വകുപ്പുകളിലെ നഴ്സിംഗ് സേവനങ്ങളുടെ മാനേജ്മെന്റിന്റെയും മേൽനോട്ടത്തിന്റെയും ഉത്തരവാദിത്തം. ഒന്നല്ലെങ്കിൽ അവനാവാം, അല്ലെങ്കിൽ അവളാകാം. ഈ മനസ്സിലായ എന്താ പറഞ്ഞേ? ഹി ഈസ് ഓർ വിൽ ഷീ ഹെൽഡ് റെസ്പോൺസിബിൾ. അവൻ അല്ലെങ്കിൽ അവള്.
ഈ ഹോസ്പിറ്റലിലെ ആരാണോ നഴ്സിംഗ് സൂപ്പീരിയന്റ് അവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എന്താണ്? എന്താ? വിവിധ വകുപ്പുകളുടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് നഴ്സുമാരെ സംബന്ധിച്ച്. ആ വിവിധ വകുപ്പുകളുടെ നഴ്സിംഗ് സേവനങ്ങളുടെ മാനേജ്മെന്റിന്റെ മേൽനോട്ടം വഹിക്കുക. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ വിവിധ വകുപ്പുകളിലുള്ള നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ മാനേജ്മെന്റിന്റെ മേൽനോട്ടം വഹിക്കുക എന്നതാണ് ഇവരുടെ റെസ്പോൺസിബിലിറ്റി. ഈ നഴ്സിംഗ് സുപ്പീരിയന്റ് അവളായിരിക്കാം അവനായിരിക്കാം. അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റലില്. വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെന്റ് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉള്ള ആ ഹോസ്പിറ്റലില് അവരുടെ എന്ത് ചെയ്യാ? മാനേജ്മെന്റിന്റെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക, അതിന്റെ മേൽനോട്ടം വഹിക്കുക. അതാണ് അവരുടെ ഉത്തരവാദിത്തം. ഏറ്റവും ടോപ്പിലല്ലെങ്കിലും തൊട്ട് താഴെയുള്ള ഒരു പോസ്റ്റാണ് അല്ലെ? അപ്പൊ കുറച്ച് റെസ്പെക്റ്റീവ് പോസ്റ്റ് ആണ്. ഏറ്റവും മുകളില് നമ്മുടെ ഡയറക്ടർ വരും. സെക്കൻഡ് വരുന്നതാണ് നഴ്സിംഗ് സുപ്പീരിയന്റ്. അപ്പൊ മോശമില്ലാത്ത ഒരു പോസ്റ്റ് ആണ് നഴ്സിംഗ് സുപ്പീരിയന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ജോലി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവർക്ക് എന്താ ഉത്തരവാദിത്തങ്ങൾ, ഒരേ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാം, അത് ചെയ്യിപ്പിക്കാം, ഗൈഡ് ഒക്കെ ചെയ്യിപ്പിക്കാം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നഴ്സിംഗ് സുപ്പീരിയന്റിന് വരുന്നത്. പിന്നെന്താ പറഞ്ഞേ? നെക്സ്റ്റ് പറഞ്ഞത് നഴ്സിംഗിന്റെ കാര്യത്തിൽ എന്താ ഇവിടെ പറഞ്ഞു? ഇൻ ഓൾ ഏരിയാസ് ഓഫ് ദ നഴ്സിംഗ് ആക്ടിവിറ്റി ഹി ഓർ ഷീ വിൽ ഹെൽപ്പ് നഴ്സിംഗ് ഡയറക്ടർ ആൻഡ് ആക്ട് ആസ് ഡയറക്ടർ ഓഫ് സെൽസ് ഓഫ് നഴ്സിംഗ്. എന്ന് വെച്ചാൽ എന്താ? ഈ നമ്മൾ പറഞ്ഞു നഴ്സിംഗ് പ്രവർത്തനങ്ങളിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അതിന്റെ മാനേജ്മെന്റ് കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ നഴ്സിംഗ് പ്രവർത്തനത്തിലുള്ള എല്ലാ മേഖലയിലും ആരാണോ നഴ്സിംഗ് സുപ്പീരിയന്റ് ഉള്ളത്, ചിലപ്പോ അവനാവാം അവളാവാം, അവർ ചെയ്യേണ്ടത് നഴ്സിംഗ് ഡയറക്ടറെ സഹായിക്കണം. ഇതിന്റെ മുകളിൽ ആരുണ്ട്? നഴ്സിംഗ് ഡയറക്ടർ. അതിന്റെ കീഴെയാണ് നഴ്സിംഗ് സുപ്പീരിയന്റ് വരുന്നത്. അപ്പൊ ഈ നഴ്സിംഗ് സുപ്പീരിയന്റ് അവരെ പോയി സഹായിക്കണം. നഴ്സിംഗ് ഡയറക്ടറെ സഹായിക്കുകയോ നഴ്സിംഗ് ഡയറക്ടറുടെ അഭാവത്തിൽ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുകയും വേണം. എന്തെങ്കിലും ഒരു ആവശ്യ സമയത്ത് ടോപ്പിൽ ഇരിക്കുന്നത് നഴ്സിംഗ് ഡയറക്ടർ ഇല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? നഴ്സിംഗ് സുപ്പീരിയന്റിനുണ്ട്. അപ്പൊ നഴ്സിംഗ് സുപ്പീരിയന്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നഴ്സിംഗ് ഡയറക്ടറെ ഡ്യൂട്ടി തന്നെയാണ്. പക്ഷെ നഴ്സിംഗ് ഡയറക്ടർ ഏറ്റവും ടോപ്പിലും നഴ്സിംഗ് ഡയറക്ടർ ഇല്ലാത്ത സമയത്ത് അവരുടെ ഡ്യൂട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതും പിന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റിലെ മാനേജ്മെന്റിന്റെ മേൽനോട്ടം വഹിക്കുന്നതൊക്കെ നഴ്സിംഗ് സുപ്പീരിയന്റ് ആണ്. ഇനി അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റിയും എന്താണെന്ന് നോക്കാം. ഇത്രയും കാര്യങ്ങളാണ് നഴ്സിംഗ് സുപ്പീരിയന്റ്. അപ്പൊ നഴ്സിംഗ് സുപ്പീരിയന്റിന്റെ ഡ്യൂട്ടീസ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ഡ്യൂട്ടി എന്താ? ഹി ഓർ ഷീ വിൽ ഹെൽപ്പ് ദ നഴ്സിംഗ് ഡയറക്ടർ ഇൻ ഹിസ് വർക്ക്. എന്താ പറഞ്ഞേ? അവളല്ലെങ്കിൽ അവൻ നഴ്സിംഗ് ഡയറക്ടറെ അവരുടെ ജോലിയിൽ സഹായിക്കണം. അവൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ ഒന്നും കൂടി പറഞ്ഞേക്കണം, അത്രേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു ഈ നഴ്സിംഗ് സുപ്പീരിയന്റിന്റെ മുകളിൽ ഇരിക്കുന്നത് ആരാ? നഴ്സിംഗ് ഡയറക്ടർ. അപ്പൊ നഴ്സിംഗ് ഡയറക്ടറെ സഹായിക്കണം. നഴ്സിംഗ് ഡയറക്ടറെ വർക്കില് നഴ്സിംഗ് ഡയറക്ടറെ സഹായിക്കണം. ആര് സഹായിക്കണം? നഴ്സിംഗ് സുപ്പീരിയന്റ്. മനസ്സിലായ? രണ്ടാമത്തെ പോയിന്റ് എന്താ? അക്കൗണ്ടബിൾ ഫോർ മാസ്റ്റർ റൊട്ടേഷൻ ഓഫ് നഴ്സ്. എന്താ പറഞ്ഞേ? മാസ്റ്റർ റൊട്ടേഷൻ, നഴ്സുമാരുടെ മാസ്റ്റർ റൊട്ടേഷന്റെ റെസ്പോൺസിബിലിറ്റി. മാസ്റ്റർ റൊട്ടേഷൻ എന്ന് വെച്ചാൽ എന്താ? മാസ്റ്റർ റൊട്ടേഷൻ എന്ന് വെച്ചാൽ എല്ലാ നഴ്സുമാരുടെയും മൊത്തത്തിലുള്ള ഒരു പ്ലാൻ. മനസ്സിലായ? ഓരോ നഴ്സുമാരും, ചില നഴ്സുമാർക്ക് എല്ലാ നഴ്സുമാരും ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, OP-യിൽ ഇരിക്കുന്നതാവാം, ഓപ്പറേഷൻ തിയേറ്ററിൽ ഇരിക്കുന്നതാവാം, ICU-ലുള്ളതാവാം, വാർഡിലുള്ളതാവാം, ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ആ നഴ്സുമാരുടെ കാര്യങ്ങളെല്ലാം മൊത്തത്തിലുള്ള ഒരു പ്ലാൻ. അവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച്, വിദ്യാഭ്യാസം എന്ന് വെച്ചാല് അവരുടെ പഠിത്തത്തെ കുറിച്ച്, ഇപ്പൊ എല്ലാവരും അവിടെ നഴ്സിംഗ് പഠിക്കുന്നവരുണ്ടാവും, ട്രെയിനേഴ്സ് ഉണ്ടാവും, അവരുടെ കാര്യങ്ങള്, അവരുടെ പ്ലാൻ എന്താ, പിന്നെ അവിടെ ജോലി ചെയ്യുന്നവരുടെ നഴ്സുമാർ, ഇവരെ മൊത്തം ആ ഒരു ഐഡിയകള്, നഴ്സുമാരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങള്, ആ ക്ലിനിക്കൽ അനുഭവങ്ങളും അതാണ് ഇവിടെ പറയുന്നത്. നഴ്സുമാര് ക്ലിനിക്കൽ സംബന്ധമായിട്ടുള്ള ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള അവരുടെ അനുഭവങ്ങള്, അവരുടെ കാര്യങ്ങള്, അവരുടെ പ്ലാൻസുകള്, അവരിനി എന്താ ചെയ്യണേ, അവരിനി ഈ ഫ്ലോറിൽ ഏത് ഫ്ലോറിലാ ജോലി ചെയ്യണേ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അതിനെ പറയുന്നതാണ് മാസ്റ്റർ റൊട്ടേഷൻ. അതിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ആർക്കുള്ളത്? നഴ്സിംഗ് സുപ്പീരിയന്റിന്. കാരണം എന്താ?
നഴ്സിംഗ് സുപ്പീരിയന്റ് എന്ന് പറയുന്നതിന്റെ കീഴില് ഒരുപാട് പോസ്റ്റുകൾ താഴെ വരുന്നുണ്ട്. നഴ്സിംഗ് സൂപ്പർവൈസർ വരുന്നുണ്ട്, നഴ്സിംഗ് ഇൻചാർജ് വരുന്നുണ്ട്, സ്റ്റാഫ് നഴ്സ് വരുന്നുണ്ട്, നഴ്സിംഗ് അസിസ്റ്റന്റ് വരുന്നുണ്ട്. ഇത്രയും പോസ്റ്റുകളുടെ വഹിക്കുന്നത്, ഇത്രയും പോസ്റ്റുകൾ, ഈ 4 പേരെ, ഈ 4 ഡിപ്പാർട്ട്മെന്റിനെ വഹിക്കുന്നത് ആരാ? നഴ്സിംഗ് സുപ്പീരിയന്റ് ആണ്. അവരുടെ മേലെ ലീഡറാണ് നഴ്സിംഗ് സുപ്പീരിയന്റ് ഉണ്ട്. അപ്പൊ ഇവരുടെ കാര്യങ്ങൾ, ഇവരുടെ പ്ലാൻ എന്താണ്, ഇവരെന്താ ചെയ്യണേ, ഇവരുടെ ഡ്യൂട്ടീസ് എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആര് ചെയ്യണം? നഴ്സിംഗ് സുപ്പീരിയന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അപ്പൊ അതാണ് രണ്ടാമത്തെ കാര്യം, മാസ്റ്റർ റൊട്ടേഷൻ. മാസ്റ്റർ റൊട്ടേഷന്റെ ഉത്തരവാദിത്തം. മൂന്നാമത് പറഞ്ഞത് എന്താ? ചെക്ക് ദ കൺഫേം ദ ഡ്യൂട്ടി റോസ്റ്റർ. Check the confirm the duty roster of staff nurse prepared by nursing in charge. എന്താ മൂന്നാമത് പറഞ്ഞേ? മൂന്നാമത് പറഞ്ഞത് നഴ്സിംഗ് ഇൻചാർജ് തയ്യാറാക്കിയ സ്റ്റാഫ് നഴ്സിന്റെ ഡ്യൂട്ടി റോസ്റ്ററെ പരിശോധിച്ച് സ്ഥിരീകരിക്കുക. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു മാസ്റ്റർ റൊട്ടേഷൻ, നഴ്സുമാരുടെ കാര്യങ്ങളൊക്കെ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള നഴ്സുമാരുടെ കാര്യങ്ങൾ അനുസരിച്ചുള്ള ഒരു പ്ലാൻ, അതാണ് മാസ്റ്റർ റൊട്ടേഷൻ. രണ്ടാമത് ഇതിന് പറയണത് നഴ്സിംഗ് ഇൻചാർജ് തയ്യാറാക്കിയ സ്റ്റാഫ് നഴ്സിന്റെ ഡ്യൂട്ടി റോസ്റ്റർ. ഡ്യൂട്ടി റോസ്റ്റർ എന്ന് വെച്ചാൽ എന്താ? ഓരോ വ്യക്തിയും എന്തെല്ലാം ചുമതലകൾ നിർവഹിച്ചിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഒരു പട്ടിക, അതാണ് ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നില്ല എല്ലാവർക്കും? മനസ്സിലാവുന്നുണ്ടാ? ഓക്കെ, അപ്പൊ ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറയുന്നത് എന്താ? ഓരോ വ്യക്തിക്കും എന്തെല്ലാം ചുമതലകൾ നിർവഹിച്ചിട്ടുണ്ട്, അവരെന്താണ് ഡ്യൂട്ടി ചെയ്യണത്, അതിനെ മൊത്തത്തിൽ പറയുന്നതാണ് ഡ്യൂട്ടി റോസ്റ്റർ എന്ന്. ഓക്കെ, അപ്പൊ ചെക്ക് ദ കൺഫേം ഡ്യൂട്ടി റോസ്റ്റർ സ്റ്റാഫ് നഴ്സ് പ്രിപ്പയർഡ് ബൈ നഴ്സിംഗ് ഇൻചാർജ് എന്ന് വെച്ചാ നഴ്സിംഗ് ഇൻചാർജ് തയ്യാറാക്കിയത്. നഴ്സിംഗ് ഇൻചാർജ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും താഴെ നഴ്സിംഗ് സൂപ്പർവൈസറിന് താഴെ. നഴ്സുമാർ ഒരുപാട് കാറ്റഗറി ഉണ്ട്. അപ്പൊ നഴ്സിംഗ് സൂപ്പീരിയന്റിന്റെ താഴെയാണ് സൂപ്പർവൈസറും ഇൻചാർജും തന്നെ. അപ്പൊ അവിടത്തെ നഴ്സിംഗ് ഇൻചാർജ് തയ്യാറാക്കിയ സ്റ്റാഫ് നഴ്സിന്റെ ഡ്യൂട്ടി. അപ്പൊ നഴ്സിംഗ് ഇൻചാർജിന്റെ തൊട്ട് താഴെ സ്റ്റാഫ് നഴ്സ്. ഈ സ്റ്റാഫ് നഴ്സിന്റെ ഡ്യൂട്ടീസ് ഒക്കെ കളക്ട് ചെയ്ത് അവർ ഇന്ന സ്ഥലത്ത് ഡ്യൂട്ടി ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ നഴ്സിംഗ് ഇൻചാർജ് കളക്ട് ചെയ്ത് മേടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് എന്ത് കൊടുക്കും? പരിശോധിച്ച് ആർക്ക് കൊടുക്കും? സുപ്പീരിയന്റിന് കൊടുക്കും. സുപ്പീരിയന്റ് ആണ് അത് പരിശോധിച്ച് ക്ലിയർ ആക്കണത്. അപ്പൊ താഴെയുള്ള ജോലിക്കാര് സൂപ്പർവൈസർ ആവാം, ഇൻചാർജ് ആവാം, നഴ്സ് ആവാം, നഴ്സിംഗ് അസിസ്റ്റന്റ് ആവാം. ഈ 4 ഡിപ്പാർട്ട്മെന്റിനെ മുഴുവൻ ചുമതല ആർക്കാ? നഴ്സിംഗ് സുപ്പീരിയന്റിന്. അപ്പൊ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷിക്കാനും അതുപോലെ പറയാനുള്ള ഒരു ഉത്തരവാദിത്തം സുപ്പീരിയന്റിന് ഉണ്ട്. അപ്പൊ അതാ പറഞ്ഞേ, നഴ്സിംഗ് ഇൻചാർജ് തയ്യാറാക്കി ഒരേ പ്ലാനുകൾ, നഴ്സുമാർ ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യണം എന്നുള്ള ഈ പ്ലാനുകളൊക്കെ തയ്യാറാക്കിയ ശേഷം ഡ്യൂട്ടി റോസ്റ്റർക്ക് പരിശോധിച്ച് സ്ഥിരീകരിക്കണം. ഡ്യൂട്ടി റോസ്റ്റർ എന്ന് വെച്ചാൽ ഓരോ വ്യക്തിയും എന്തെല്ലാം ചുമതലകൾ നിർവഹിച്ചിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ആ ഒരു പട്ടിക, അത് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാ? നഴ്സിംഗ് സുപ്പീരിയന്റിന്റെ. ഓക്കെ, അപ്പൊ 3 പോയിന്റ് പറഞ്ഞു. ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത് നഴ്സിംഗ് ഡയറക്ടർ അവരുടെ ജോലിയിൽ സഹായിക്കാം. നഴ്സിംഗ് സുപ്പീരിയന്റിന്റെ മോളില് നഴ്സിംഗ് ഡയറക്ടർ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാക്കായി എന്ന് സഹായിക്കാം. രണ്ടാമത് പറഞ്ഞത് മാസ്റ്റർ റൊട്ടേഷൻ, നഴ്സുമാരുടെ മാസ്റ്റർ റൊട്ടേഷന്റെ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി. മൂന്നാമത് പറയണേ നഴ്സിംഗ് ഇൻചാർജ് തയ്യാറാക്കിയതൊക്കെ ഡ്യൂട്ടി റോസ്റ്റർക്ക് ഏൽപ്പിച്ച് അതിന്റെ കാര്യങ്ങൾ ഡ്യൂട്ടി റോസ്റ്ററെ പരിശോധിച്ച് എല്ലാ കാര്യങ്ങളും സ്ഥിരീകരിക്കണം. അങ്ങനെ മൂന്നാമത്തെ 3 കാര്യങ്ങൾ. ഓക്കെ, നഴ്സിംഗ് സുപ്പീരിയന്റിന്റെ 4ാമത്തെ ഡ്യൂട്ടീസ് എന്താ? അക്കൗണ്ടബിൾ ടു റിസീവ് റിപ്പോർട്ട് ഫ്രം ദ നൈറ്റ് സൂപ്പർവൈസർ. എന്താ? നൈറ്റ് സൂപ്പർവൈസർ അക്കൗണ്ടബിൾ ടു റിസീവ്. അക്കൗണ്ടബിൾ ആണോ റെസ്പോൺസിബിൾ ആണോ? അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞാലും റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞാലും
എന്താ ഇത് തന്നെയാണ്. അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞാലും റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഇവിടെ അക്കൗണ്ടബിൾ എന്ന് പറയണത് ഡ്യൂട്ടിനൈസറുടെ കാര്യങ്ങൾ പരിശോധിക്കുക എന്നാണ് ഇവിടെ പറയണത്. 2 പോയിന്റ് ആണ്. ഒരു മിനിറ്റ്. ടെക്സ്റ്റിൽ ഒന്ന് നോക്കട്ടെ കേട്ടാ, ഒരു മിനിറ്റ്. എന്തേലും PDF ടെക്സ്റ്റ് ഉള്ളവര് എന്തെന്നാ ടെക്സ്റ്റിൽ കൊടുത്തേക്കണേ? ടെക്സ്റ്റ് ഉള്ളവരൊന്ന് നോക്കിയേ. ടെക്സ്റ്റ് ഉള്ളവര് ഒന്ന് നോക്കിയേ. ടെക്സ്റ്റ് ഉള്ളവരുടെ കയ്യിൽ എന്താ കൊടുത്തേക്കണേ? അക്കൗണ്ടബിൾ ആണോ റെസ്പോൺസിബിൾ ആണോ? അക്കൗണ്ടബിൾ ആണ്. ടെക്സ്റ്റ് ഉള്ളവരുടെ കയ്യിലും അക്കൗണ്ടബിൾ എന്നാണ്. അക്കൗണ്ടബിൾ ആണ്. എല്ലാവരുടെ കയ്യിലും അക്കൗണ്ടബിൾ എന്നാണ് കൊടുത്തേക്കണത്. അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞാലും റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞാലും സെയിം അർത്ഥമാണ്. രണ്ടും ഉത്തരവാദിത്തമുള്ള. മനസ്സിലായ? രണ്ടിനും ഉത്തരവാദിത്തമുള്ള എന്നാണ്. അപ്പൊ അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞാലും റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. മനസ്സിലായ? ഓക്കെ. അപ്പൊ അക്കൗണ്ടബിൾ ടു റിസീവ് റിപ്പോർട്ട് ഫ്രം ദ നൈറ്റ് സൂപ്പർവൈസർ എന്ന് വെച്ചാൽ എന്താ? നൈറ്റ് സൂപ്പർവൈസറിൽ നിന്ന് റിപ്പോർട്ട് സ്വീകരിക്കാൻ ഉത്തരവാദിത്തമുണ്ട്. അതാ പറഞ്ഞ നൈറ്റ് സൂപ്പർവൈസറിൽ നിന്ന്. എന്ന് വെച്ചാല് രാത്രി ഇപ്പൊ ഓരോ ഡ്യൂട്ടീസ് ഉണ്ടാവും. ഡേ ഡ്യൂട്ടി, നൈറ്റ് ഡ്യൂട്ടി. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ആയിരിക്കും അല്ലെ? അപ്പൊ ഇവർക്ക് സൂപ്പർവൈസർ, ഇവരെ തൊട്ട് താഴെ ആരാ? ഈ സുപ്പീരിയന്റിന്റെ തൊട്ട് താഴെ വന്നതാണ് സൂപ്പർവൈസർ. സുപ്പീരിയന്റെ തൊട്ട് താഴെയാണ് സൂപ്പർവൈസർ. അപ്പൊ സൂപ്പർവൈസറിന്റെ ഹെഡ് ആരാ? സുപ്പീരിയന്റ് അല്ലെ? അപ്പൊ അവരിൽ നിന്ന് രാത്രി സമയത്ത് അവിടെ നടന്ന കാര്യങ്ങള്, അവിടുത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങള്, അത് നൈറ്റ് റിപ്പോർട്ട് അവിടുത്തെ സൂപ്പർവൈസറുടെ കയ്യിൽ നിന്ന് മേടിക്കാനായിട്ട് ഉത്തരവാദിത്വമുണ്ട്. ആർക്ക്? സുപ്പീരിയന്റിനുണ്ട്. അപ്പൊ നൈറ്റ് സൂപ്പർവൈസർ എന്ന് പറയുന്നത് രാത്രി അവിടെ ഡ്യൂട്ടി എടുക്കണ നൈറ്റ് സൂപ്പർവൈസർ. മനസ്സിലായ? നൈറ്റ് സൂപ്പർവൈസർ എന്ന് പറയുമ്പോ ഫുള്ള് ഡിപ്പാർട്ട്മെന്റ് നോക്കുന്നത് ഒരാളായിരിക്കും. പക്ഷെ ഡേയിൽ അങ്ങനെ ആവില്ല. ഡേയില് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഓരോരുത്തരായിരിക്കും അല്ലെ? എല്ലാരും ഓപ്പൺ ആയിരിക്കും ഡേയില്. നൈറ്റിൽ എന്താ? നൈറ്റില് ഒരു വാർഡുകൾ മാത്രമേ ഓപ്പൺ ഉള്ളൂ. കാഷ്വാലിറ്റി വാർഡ്, ഇത് രണ്ടും മാത്രമേ ഒരു നൈറ്റ് ഹോസ്പിറ്റലില് ഓപ്പൺ ഉള്ളൂ. OP-കളൊന്നും നൈറ്റ് ഉണ്ടാവില്ല. അപ്പൊ അവിടെ ഒരുപാട് സൂപ്പർവൈസറിന്റെ ആവശ്യമില്ല. ഒരു സൂപ്പർവൈസർ അവിടെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതാണ് നൈറ്റ് സൂപ്പർവൈസർ എന്ന് എടുത്ത് പറഞ്ഞത്. ഡേ ടൈമിൽ അങ്ങനെയല്ല. ഡേ ടൈമിൽ ഒരുപാട് സൂപ്പർവൈസർ ഉണ്ടാവും. കാരണം OP ആ സമയത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആ സമയത്ത് ഹോസ്പിറ്റലിലെ ഫുൾ കാര്യങ്ങൾ, ഫുൾ ഡിപ്പാർട്ട്മെന്റും ഓപ്പൺ ആണ്. പക്ഷെ നൈറ്റ് സമയത്ത് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഓപ്പൺ അല്ല. മനസ്സിലായ? ബ്ലഡ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ലാബ് ചില ഹോസ്പിറ്റലിൽ രാത്രി ഉണ്ടാവില്ല. എക്സ്റേ എടുക്കുന്നതും രാത്രി ഉണ്ടാവില്ല. അപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും നൈറ്റും ഡേയും പല വ്യത്യാസമുണ്ട്. അപ്പൊ അതാ ഇവിടെ പറഞ്ഞേ, നൈറ്റ് സൂപ്പർവൈസറിൽ നിന്നുള്ള എന്തെങ്കിലും റിപ്പോർട്ട്സുകൾ സ്വീകരിക്കാൻ അതിന്റെ മേലെ, അതിന്റെ തൊട്ട് മേലെ ഇരിക്കുന്ന നഴ്സിംഗ് സുപ്പീരിയന്റിന് ഉത്തരവാദിത്തമുണ്ട്. മനസ്സിലായ? അതാണ് 4ാമത്തെ പോയിന്റ്. 5ാമത്തെ പോയിന്റ്, ഓർഗനൈസ് ദ സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർലി. എന്താ? സ്റ്റാഫ് മീറ്റിംഗ് പതിവായിട്ട് ഉണ്ടാകണം. ഓരോ ദിവസം ഡെയിലി സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടായിരിക്കണം. ഇതിനൊക്കെ വിളിച്ചു കൂട്ടേണ്ട ഡ്യൂട്ടി ആർക്കാ? സുപ്പീരിയന്റിന്റെ കീഴില് നഴ്സിംഗ് സൂപ്പർവൈസർ ഉണ്ട്, ഇൻചാർജ് ഉണ്ട്, സ്റ്റാഫ് നഴ്സ് ഉണ്ട്, നഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ട്. ഇത്രയും പേരെ വിളിച്ചു കൊണ്ടുവന്ന് നഴ്സുമാരുടെ ഡ്യൂട്ടീസ് ഇങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങളുടെ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ഡെയിലി എന്ത് വേണം? ഓർഗനൈസ് ദ സ്റ്റാഫ് മീറ്റിംഗ്. ഡെയിലി എന്ത് വേണം? ഓർഗനൈസ് ദ സ്റ്റാഫ് മീറ്റിംഗ്. സ്റ്റാഫ് മീറ്റിംഗ് കൂടണം ഡെയിലി, എല്ലാ ദിവസവും റെഗുലർ ആയിട്ട് പതിവായിട്ട് സ്റ്റാഫ് മീറ്റിംഗ് സംഘടിപ്പിക്കണം. അതാണ് നെക്സ്റ്റ് പോയിന്റ്. എന്താ? കീപ് ദ റെക്കോർഡ് ഓഫ് സ്റ്റാഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ കണക്റ്റഡ് വിത്ത് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം. എന്താ പറഞ്ഞേ? വിദ്യാഭ്യാസ പരിപാടിയുമായി ബന്ധപ്പെട്ട സ്റ്റാഫിന് സ്റ്റാറ്റിസ്റ്റിക്സ് റെക്കോർഡ് സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ എന്താ?
വിദ്യാഭ്യാസ പരിപാടിയുമായി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലില് ട്രെയിനിങ്ങിന് വന്നവരുണ്ടാവും, പഠിച്ചിറങ്ങിയവരുണ്ടാവും. അപ്പൊ അവരൊക്കെ ഒരേ രീതിയിൽ നിന്ന് പഠിച്ച നഴ്സുമാര്. അപ്പൊ അവരുടെ കാര്യങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമുമായിട്ടുള്ള ആ കാര്യങ്ങള്, അതിന്റെ റെക്കോർഡ്സുകൾ, അതിന്റെ കാര്യങ്ങളും അതിന്റെ റെക്കോർഡ്സുകളൊക്കെ എന്താ സ്റ്റാഫ് സ്റ്റാറ്റിസ്റ്റിക്സ് റെക്കോർഡിൽ സൂക്ഷിക്കണം. അതൊക്കെ സൂക്ഷിക്കുന്ന ഭാഗമാണ് നഴ്സിംഗ് സൂപ്രണ്ട് തന്നെയാണോ സുപ്പീരിയന്റ്? അല്ല, നഴ്സിംഗ് സൂപ്രണ്ട് സുപ്പീരിയന്റിന്റെ തൊട്ട് താഴെ. നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ഹെഡാണ് നഴ്സിംഗ് സുപ്പീരിയന്റ്. നിങ്ങൾ ഈ ശ്രേണി നോക്കിയില്ലേ, ഹയറാർക്കി ശ്രേണിയിൽ നോക്കൂ, നഴ്സിംഗ് സുപ്പീരിയന്റ്, അതിന്റെ തൊട്ട് താഴെയാണ് നഴ്സിംഗ് സൂപ്പർവൈസർ. മനസ്സിലായ? അപ്പൊ നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ ലീഡറാണ് നഴ്സിംഗ് സുപ്പീരിയന്റ് എന്ന് പറയണത്. ഓക്കെ. അപ്പൊ എന്നിട്ട് ഇവിടെ എന്താ, ഇതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം, വിദ്യാഭ്യാസപരമായിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാം, അതിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡുകളൊക്കെ സ്റ്റാഫ് സ്റ്റാറ്റിസ്റ്റിക്സിൽ സൂക്ഷിക്കണം. എവിടെ സൂക്ഷിക്കണം? സ്റ്റാഫിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് റെക്കോർഡില് സൂക്ഷിച്ചു വെക്കണം. അതിന്റെ ഡ്യൂട്ടി, അത് സൂക്ഷിച്ചു വെക്കേണ്ടത് ഡ്യൂട്ടി ആർക്കാ? ആ ഫയലുകളൊക്കെ സൂക്ഷിച്ചു വെക്കേണ്ട ഡ്യൂട്ടിയാണ് നമ്മുടെ സുപ്പീരിയന്റിന്. നെക്സ്റ്റ്, സൂപ്പർവൈസ് നീറ്റ്നെസ് ഓഫ് ദ വാർഡ് വിത്ത് ഹെൽപ്പ് ഓഫ് നഴ്സിംഗ് ഇൻചാർജ്. നഴ്സിംഗ് ഇൻചാർജിന്റെ സഹായത്തോടു കൂടി, നഴ്സിംഗ് ഇൻചാർജിന്റെ സഹായത്തോടു കൂടി വാർഡിലെ വൃത്തിയുടെ മേൽനോട്ടം സുപ്പീരിയന്റ് വഹിക്കണം. വാർഡ് എപ്പോഴും നീറ്റായിട്ടിരിക്കണം. അതും പറഞ്ഞ് സുപ്പീരിയന്റ് ചൂലും കൊണ്ട് വന്ന് തുടച്ചടിച്ച് വരാൻ പറഞ്ഞോ? അല്ല, അത് ചെയ്യിപ്പിക്കണം. അവിടുത്തെ ഇൻചാർജ് ആരാണോ, ആ ഇന്ന ഫ്ലോറിൽ ആരാണോ ഡ്യൂട്ടി ഉള്ളത്, അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് അവിടെ നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് വെക്കേണ്ട ഉത്തരവാദിത്തം ഈ നഴ്സിംഗ് സുപ്പീരിയന്റിനാണ്. ഓക്കെ. നെക്സ്റ്റ്, ലാസ്റ്റ് പോയിന്റ് എന്താ? അറേഞ്ച് ആൻഡ് പ്ലാൻ നഴ്സിംഗ് കെയർ ആക്ടിവിറ്റീസ് ഓഫ് ദ വാർഡ്സ് ആഫ്റ്റർ ഹോസ്പിറ്റൽ പോളിസീസ് ആൻഡ് സർവീസസ്. എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ ഒരുപാട് പോളിസികൾ, അതിന്റെ സർവീസുകൾ അനുസരിച്ച് വാർഡുകളുടെ നഴ്സിംഗ് കെയർ ആക്ടിവേറ്റ് ചെയ്യുകയും അത് ക്രമീകരിക്കുകയും അത് പ്ലാൻ ചെയ്യുകയും വേണം. എന്താ പറഞ്ഞേ? അറേഞ്ച് ചെയ്യണം, അതുപോലെ തന്നെ പ്ലാൻ ചെയ്യണം. എന്തെന്നാ? ഹോസ്പിറ്റലിൽ ഒരുപാട് പോളിസിയും പ്രൊസീജിയർ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് ഹോസ്പിറ്റൽ അല്ലെ. ഒരു ഹോസ്പിറ്റലില് അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോവാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ആ ഹോസ്പിറ്റലിൽ അങ്ങനെ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഹോസ്പിറ്റലിന്റെ നയങ്ങളും സേവനങ്ങളും അനുസരിച്ച് ഓരോ വാർഡിലും ഇന്ന നഴ്സുമാരാണ്, ഇന്ന നഴ്സുമാർ അവിടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് അത് ക്രമീകരിക്കുകയും ആസൂത്രണം ചെയ്യുകയും വേണം. അതാണ് ലാസ്റ്റ് പോയിന്റ്. അപ്പൊ ഒന്നുകൂടി പറയാം, നഴ്സിംഗ് സൂപ്രണ്ട് എന്ന് വെച്ചാൽ ആരാ? നഴ്സിംഗ് സൂപ്രണ്ട് എന്ന് വെച്ചാല് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലെ രണ്ടാമത്തെ കമാൻഡറിലെ നഴ്സിംഗ് സുപ്പീരിയന്റ് ആണ്. പിന്നെന്താ പറഞ്ഞേ? അവരുടെ സേവനങ്ങൾ, വിവിധ വകുപ്പുകളുടെ സേവനങ്ങളുടെ മാനേജ്മെന്റിന്റെ മേൽനോട്ടത്തിൽ ഉത്തരവാദിത്തത്തോടെ അവള് അല്ലെങ്കിൽ അവൾ അത് ചെയ്യുക എന്നതാണ്. നഴ്സിംഗ് പ്രവർത്തനം എല്ലാ മേഖലയിലും എന്താ ഡയറക്ടറെ സഹായിക്കുകയും അതുപോലെ തന്നെ നഴ്സിംഗ് ഡയറക്ടർ ഇല്ലാത്ത സമയത്ത് ആ ഡ്യൂട്ടി ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്യേണ്ടത് നഴ്സിംഗ് സുപ്പീരിയന്റിന്റെ കടമയാണ്. ഇനി നഴ്സിംഗ് സുപ്പീരിയന്റിന്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതില് ഒന്നാമത്തെ എന്താ നഴ്സിംഗ് ഡയറക്ടർ അവരുടെ ജോലിയില്, നഴ്സിംഗ് ഡയറക്ടർ എന്ത് ജോലിയാണോ ചെയ്യണേ അവരുടെ ജോലിയിൽ പോയി സഹായിക്കുക. രണ്ടാമത് മാസ്റ്റർ റൊട്ടേഷൻ, നഴ്സിംഗിന്റെ എന്താ പറഞ്ഞേ? രണ്ടാമത് പറഞ്ഞത് നഴ്സുമാരുടെ മാസ്റ്റർ റൊട്ടേഷന്റെ ഉത്തരവാദിത്തം. മൂന്നാമത് പറഞ്ഞത് നഴ്സിംഗ് ഇൻചാർജ് തയ്യാറാക്കിയ സ്റ്റാഫ് നഴ്സിന്റെ ഡ്യൂട്ടി റോസ്റ്റർ പരിശോധിച്ച് അത് സ്ഥിരീകരിക്കുക, ക്ലിയർ ആണെന്ന് വരുത്തുക. നെക്സ്റ്റ് പറഞ്ഞത് എന്താ? ടു റിസീവ് റിപ്പോർട്ട് നൈറ്റ് സൂപ്പർവൈസർ, രാത്രി സൂപ്പർവൈസറിൽ നിന്ന് റിപ്പോർട്ട് സ്വീകരിക്കുക. നെക്സ്റ്റ്, ഓർഗനൈസ് ദ സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർലി, എല്ലാ ദിവസവും പതിവായിട്ട് സ്റ്റാഫ് മീറ്റിംഗ് സംഘടിപ്പിക്കുക. പിന്നെന്താ പറഞ്ഞേ? എഡ്യൂക്കേഷണൽ പ്രോഗ്രാം, വിദ്യാഭ്യാസ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫ് സ്റ്റാറ്റിസ്റ്റിക്സ് റെക്കോർഡുകളിൽ സൂക്ഷിക്കുക. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട
സ്റ്റാഫ് സ്റ്റാറ്റിസ്റ്റിക്സ് റെക്കോർഡ് അവിടെ സൂക്ഷിക്കുക. അങ്ങനെയുള്ള പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ. പിന്നെന്താ, നഴ്സിംഗ് ഇൻചാർജിന്റെ സഹായത്തോടെ വാർഡിലെ വൃത്തിയുടെ മേൽനോട്ടം വഹിക്കാം. വാർഡ് എപ്പോഴും നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് ഇരിക്കണം. പിന്നെ ഹോസ്പിറ്റലിന്റെ നയങ്ങൾ എന്താ, അതിന്റെ പ്രൊസീജിയർ എന്താണെന്നനുസരിച്ച് വാർഡുകളുടെ നഴ്സിംഗ് കെയർ ആക്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുക. ഓക്കെ ആണോ? നഴ്സിംഗ് സുപ്പീരിയന്റ് ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ, 1 മിനിറ്റ് തരാം, വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, ഓക്കെ വായിച്ചില്ലേ? നെക്സ്റ്റ് ആണ് നഴ്സിംഗ് സൂപ്പർവൈസർ. അപ്പൊ നഴ്സിംഗ് ഡയറക്ടറിന്റെ തൊട്ട് താഴെ സുപ്പീരിയന്റിന്റെ തൊട്ട് താഴെ നഴ്സിംഗ് ഡയറക്ടർ അല്ലേ, നഴ്സിംഗ് ഡയറക്ടർ. ഓക്കെ, നഴ്സിംഗ് ഡയറക്ടർ എന്താ? നഴ്സിംഗ് ഡയറക്ടർ അല്ല, നഴ്സിംഗ് സൂപ്പർവൈസർ അല്ലേ. നഴ്സിംഗ് സൂപ്പർവൈസർ എന്താ? നഴ്സിംഗ് സൂപ്പർവൈസർ ഈസ് കൺസിഡേർഡ് ആസ് നഴ്സിംഗ് എക്സിക്യൂട്ടീവ് and is a part of leadership team and is considered a nursing executive. എന്താ പറഞ്ഞേ? നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ അത് നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആണ്. ഈസ് എ പാർട്ട് ഓഫ് ലീഡർഷിപ്പ് ടീം, ഈസ് കൺസിഡേർഡ് എ നഴ്സിംഗ് എക്സിക്യൂട്ടീവ്. എന്താ പറഞ്ഞത് നമുക്ക്? എന്താ നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് കണക്കാക്കപ്പെടുന്ന കാര്യങ്ങൾ അല്ലെ? അപ്പൊ അതിനെങ്ങനെയാണ് നഴ്സിംഗ് സൂപ്പർവൈസർ നമ്മൾ നോക്കണേ? നഴ്സിംഗ് സൂപ്പർവൈസർ നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്താ? നഴ്സിംഗ് സൂപ്പർവൈസർ നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, 1 മിനിറ്റ്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേ? നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്നത് ആരാ? നഴ്സിംഗ് എക്സിക്യൂട്ടീവ്. എന്ന് വെച്ചാൽ എന്താ? നഴ്സിംഗ് സൂപ്പർവൈസർ നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ അവർ രണ്ടാളും ഒന്നാണ്. മനസ്സിലായ? ഓക്കെ, രണ്ടാമത് പറയുന്നത് എന്താ? മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്? സ്പീഡ് കൂടുന്നുണ്ടാ? ഇതാ ആരും ഇല്ല. ഓക്കെ ഓക്കെ, അപ്പൊ ഇല്ല. ഓക്കെ, അപ്പൊ നഴ്സിംഗ് സൂപ്പർവൈസറിനെ നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇതില് കൂടാതെ പിന്നെ ഇതിലൊരു കാര്യം കൂടി പറയണ്ട. അതെന്താ? നേതൃത്വ ടീമിന്റെ ഭാഗവും നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് 24 മണിക്കൂറും ഒരു നഴ്സിംഗ് സൂപ്പർവൈസർ ലഭ്യമാണ്. There is a nursing എന്താ പറഞ്ഞ ഇവിടെ പറഞ്ഞു, ഈസ് എ പാർട്ട് ഓഫ് ലീഡർഷിപ്പ്. ഇതെന്തിന്റെ? അവര് ലീഡർഷിപ്പ്. ഒരാൾ വേണം, ഇന്ന കാര്യം ചെയ്യ്, ഇതിലോട്ട് ചെയ്യരുത്, ഇങ്ങോട്ട് വായു എന്നൊക്കെ പറഞ്ഞാൽ ഒരു ലീഡർഷിപ്പ്. ആ ഒരു ടീമിൽ ഈസ് കൺസിഡേർഡ് നഴ്സിംഗ് എക്സിക്യൂട്ടീവ്. ഓക്കെ, നേതൃത്വ ടീമിന്റെ ഭാഗമാണ്. ഇതെന്തിന്റെ? ഒരു നേതൃത്വ ടീമിന്റെ ഭാഗവും നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതെങ്ങനെ പ്രവർത്തിക്കണേ? There is a nursing supervisor available around the clock. Around the clock എന്ന് വെച്ചാൽ 24 മണിക്കൂറും ഒരു ഫുൾ ഡേ അല്ലെ? ഒരു ഫുൾ ഡേ എന്ന് പറയുന്നതാണ് 24 മണിക്കൂർ. അറൗണ്ട് ദ ക്ലോക്ക്, ഒരു ക്ലോക്ക് റൗണ്ട് ചെയ്യുന്നത് എത്ര? 24 മണിക്കൂർ. അതാണ് പറഞ്ഞേ. നേതൃത്വ ടീമിന്റെ ഭാഗവും നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് 24 മണിക്കൂറുമാണ് ഒരു നഴ്സിംഗ് സൂപ്പർവൈസർ വർക്ക് ചെയ്യണത്. അതിന്റെ ലഭ്യം. നഴ്സിംഗ് സൂപ്പർവൈസർ ഏത് നേരത്ത് വേണമെങ്കിലും എന്താവശ്യമുണ്ടെങ്കിലും ഈ നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ താഴെ 3 പേരുണ്ട്. 3 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇൻചാർജ് ഉണ്ട്, സ്റ്റാഫ് നഴ്സ് ഉണ്ട്, നഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ട്.
ഇവർക്ക് എപ്പോ വേണമെങ്കിലും ഈ 24 മണിക്കൂറും ഇവർക്ക് എന്ത് കാര്യത്തിനും സൂപ്പർവൈസറെ വിളിക്കാം. അതുപോലെ ആ ഹോസ്പിറ്റലിന്റെ നഴ്സിന്റെ ഫുൾ ഇൻചാർജ് എന്ന് പറയുന്നത് സുപ്പീരിയന്റ് ആണ്. സുപ്പീരിയന്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പോസ്റ്റ് ആണ് സൂപ്പർവൈസർ. ഓക്കെ, അപ്പം തരക്കേടില്ലാത്ത കുഴപ്പമില്ലാത്ത ഒരു പോസ്റ്റ് ആണ്. പിന്നെന്താ പറഞ്ഞേ, നെക്സ്റ്റ് നഴ്സിംഗ് സൂപ്പർവൈസർ ഷുഡ് ഓൾവേസ് ബി റെഡി ടു അറ്റൻഡ് ദ പേഷ്യന്റ്. നഴ്സിംഗ് സൂപ്പർവൈസർ രോഗിയെ നേരിട്ട് അല്ലെങ്കിൽ കൺസൾട്ടേഷൻ മുഖേന വിളിക്കാവുന്നത്. അതെങ്ങനെ വിളിക്കാം? either in person by way of consultation in a on call capacity. ഓൺ കോൾ എന്ന് വെച്ചാൽ എന്താ? എങ്ങനെ വേണമെങ്കിലും പേഷ്യന്റിനെ വിളിക്കാം, നേരിട്ട് വിളിക്കാം, അല്ലെങ്കിൽ ഫോണിലൂടെ വിളിക്കാം. അങ്ങനെ പറയുന്നതാണ് ഓൺ കോൾ കപ്പാസിറ്റി. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞത് നഴ്സിംഗ് സൂപ്പർവൈസർ രോഗിയെ നേരിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കൺസൾട്ടേഷൻ മുഖേന അങ്ങനെ എങ്ങനെ വേണമെങ്കിലും പേഷ്യന്റിനെ വിളിക്കാം. അപ്പൊ അവിടെ ഹാജരാവാനായിട്ട് ആര് റെഡി ആയിരിക്കണം? എപ്പോ വിളിച്ചാലും പേഷ്യന്റിനെ എപ്പോ വിളിച്ചാലും പേഷ്യന്റിന്റെ കൺസൾട്ടേഷൻ എപ്പോ വിളിച്ചാലും ആര് റെഡി ആയിട്ടിരിക്കണം? നഴ്സിംഗ് സൂപ്പർവൈസർ അവിടെ റെഡി ആയിട്ടിരിക്കണം. 24 മണിക്കൂറും റെഡി ആയിട്ടിരിക്കണം സൂപ്പർവൈസർ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. നഴ്സിംഗ് സുപ്പീരിയന്റ് ഈസ് പിന്നെന്താ? ഓവർസീസ് ദ നഴ്സിംഗ് സൂപ്പർവൈസർ. നഴ്സിംഗ് സുപ്പീരിയന്റിന്റെ നഴ്സിംഗ് സൂപ്രണ്ട് ആരാ? സൂപ്പർവൈസറുടെ മേൽനോട്ടം വഹിക്കും. നഴ്സിംഗ് സുപ്പീരിയന്റ് നഴ്സിംഗ് സൂപ്പർവൈസർ. നഴ്സിംഗ് സുപ്പീരിയന്റ് ഇല്ലാ സമയത്ത് നമ്മളിവിടെ നേരത്തെ പറഞ്ഞു, ഏറ്റവും മുകളിലുള്ള ഡയറക്ടർ ഇല്ലെങ്കിൽ ആര് ഡ്യൂട്ടി വഹിക്കും? സുപ്പീരിയന്റ് വഹിക്കും. സുപ്പീരിയന്റ് തൊട്ട് താഴെ സൂപ്പർവൈസർ ആണ്. സൂപ്പർവൈസർ നഴ്സിംഗ് സുപ്പീരിയന്റ് ആ സമയത്ത് അവിടെ ഇല്ല. ഒരു അത്യാവശ്യ സമയത്ത് ആ ഡ്യൂട്ടി വേണമെങ്കിൽ ആർക്ക് ചെയ്യാം? നഴ്സിംഗ് സൂപ്പർവൈസറിന് ചെയ്യാം. തൊട്ടു മുകളിൽ ഇരിക്കണത് അല്ലെ? നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ തൊട്ടു മുകളിലല്ലേ സുപ്പീരിയന്റ് ഇരിക്കണേ? അപ്പൊ അതാണ് അവിടെ പറഞ്ഞത്. ഇവിടെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ആകെ പറഞ്ഞത് നഴ്സിംഗ് സൂപ്പർവൈസർ നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരു ലീഡർഷിപ്പിന്റെ ടീം, അതിന്റെ ഒരു ഭാഗം, ഒരു ലീഡർഷിപ്പിന്റെ ആ ഒരു ഭാഗമാവുകയും നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് 24 മണിക്കൂറും ഒരു നഴ്സിംഗ് സൂപ്പർവൈസർ ഒരു ഹോസ്പിറ്റലില് ലഭ്യമാണ്. നഴ്സിംഗ് സൂപ്പർവൈസർ രോഗിയെ നേരിട്ട് അല്ലെങ്കിൽ കൺസൾട്ടേഷൻ മുഖേന വിളിച്ചാലും അവിടെ ഹാജരാവാനായിട്ട് എപ്പോഴും റെഡി ആയിട്ടിരിക്കണം നഴ്സിംഗ് സൂപ്പർവൈസർ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറഞ്ഞത് നഴ്സിംഗ് സൂപ്രണ്ട് എന്ന് പറയുന്നത് നഴ്സിംഗ് സൂപ്പർവൈസർ. നഴ്സിംഗ് ആരാ? നഴ്സിംഗ് സുപ്പീരിയന്റ് ഇല്ലെങ്കിൽ അതിന്റെ മേൽനോട്ടം വഹിക്കാൻ നഴ്സിംഗ് സൂപ്പർവൈസറിന് ഉത്തരവാദിത്തമുണ്ട്. സുപ്പീരിയന്റ് ഇല്ലെങ്കിൽ സുപ്പീരിയന്റ് ഓവർസീസ് ദ നഴ്സിംഗ് സൂപ്പർവൈസർ. ഓക്കെ, ഇനി നമുക്ക് നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റി എന്താ നോക്കാം. ഇതെല്ലാരും ഏകദേശം തൊട്ട് താഴെ നോക്കാം. ഏറ്റവും താഴെയുള്ളവർക്ക് എല്ലാവരും സാറുമാരാണ്. ഏറ്റവും മുകളിലുള്ള സാറ് ഡയറക്ടർ, പിന്നുള്ള സാറ് സുപ്പീരിയന്റ്, പിന്നുള്ളത് സൂപ്പർവൈസർ, പിന്നെ അങ്ങനെ ഒരേ സാറുമാര് വരും. അപ്പൊ ഓരോ താഴെ വരുമ്പോഴും അവർക്ക് റെസ്പോൺസിബിലിറ്റി കുറഞ്ഞു വരും. ഏറ്റവും മുകളിൽ ഇരിക്കുന്നവർക്ക് എന്തോരം ആൾക്കാരെ നോക്കണം. രണ്ടാമത് ഇരിക്കുന്ന ആൾക്ക് കുറച്ച് പേരെ നോക്കിയാൽ മതി. മൂന്നാമത് ഇരിക്കുന്ന ആൾക്ക് താഴെയുള്ള കുറച്ച് പേര്. ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്നവർക്ക് റെസ്പോൺസിബിലിറ്റി അവരേതായ റെസ്പോൺസിബിലിറ്റി ഉള്ളൂ, വേറെ നോക്കേണ്ട കടമകളൊന്നുമില്ല. അപ്പൊ അങ്ങനെ കുറഞ്ഞു വരും. ഇനി സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും എന്താണെന്ന് നോക്കാം. എന്താ? ഒന്നാമത്തെ, ടു സെലക്ട്, ഓറിയന്റ്, ട്രെയിൻ, അസൈൻ, ഷെഡ്യൂൾ, കോച്ചിങ്, കൗൺസിലിംഗ് ആൻഡ് ഡിസിപ്ലിൻ എംപ്ലോയീസ്. ഒന്നാമത്തെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ എന്താ? ജീവനക്കാരെ തെരഞ്ഞെടുക്കാനും അത് ക്രമപ്പെടുത്താനും പരിശീലിപ്പിക്കാനും കോച്ചിങ് ഷെഡ്യൂൾ ചെയ്യാനും ഉപദേശിക്കാനുമുള്ള അവകാശം. അതാണ് ഡ്യൂട്ടീസില് സൂപ്പർവൈസർ നഴ്സിംഗ് ഡ്യൂട്ടിയുടെ ഒന്നാമത്തെ ഡ്യൂട്ടി അല്ലെ? അപ്പൊ നഴ്സിംഗ് സൂപ്പർവൈസറിൽ ഒന്നാമത്തെ ഡ്യൂട്ടി എന്താ? ജീവനക്കാരെ തെരഞ്ഞെടുക്കാൻ ആരെങ്കിലും ഇന്റർവ്യൂക്ക് വന്ന് അവരെ മോളിലുള്ള പോസ്റ്റ് അല്ല, സൂപ്പർവൈസറിന് തൊട്ട് താഴെ വല്ല പോസ്റ്റുകൾ ആരെങ്കിലും ഇന്റർവ്യൂക്ക് വന്നാൽ അവരെ തെരഞ്ഞെടുക്കാം. അവർക്ക് എന്ത് കൊടുക്കാം? തെരഞ്ഞെടുക്കാം. അവരുടെ ഇത് റെഡിയാക്കാം, കാര്യങ്ങള് പിന്നെ ക്രമപ്പെടുത്താം. ഓരോ നഴ്സിംഗിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഓർഡർ ആക്കാം. പിന്നെ പരിശീലിപ്പിക്കാം. ഇപ്പൊ ആദ്യമായിട്ട് വരുന്നവർക്ക് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ല അല്ലെ? പഠിച്ചിറങ്ങി വരുന്നവർക്ക് അപ്പൊ അവരെ വിളിച്ചുകൊണ്ട് പോയി അവർക്ക് ഒരു എക്സ്പീരിയൻസ് കൊടുക്കാം. പിന്നെന്താ?
കോച്ചിങ് ഷെഡ്യൂൾ, ഇന്ന സമയത്ത് എല്ലാം അങ്ങനെയുള്ള ഓരോ കോച്ചിങ് ഷെഡ്യൂൾ ചെയ്യാനും ഉപദേശിക്കാനും അതിനൊക്കെ ഉത്തരവാദിത്വം ഡ്യൂട്ടീസും ആർക്കുണ്ട്? നഴ്സിംഗ് സൂപ്പർവൈസറിനുണ്ട്. രണ്ടാമത്തെ ഡ്യൂട്ടിയാണ് മീറ്റ് ഓപ്പറേഷണൽ സ്റ്റാൻഡേർഡ് ബൈ ഡൊണേറ്റിംഗ് ഇൻഫർമേഷൻ ടു സ്ട്രാറ്റജിക് പ്ലാൻസ് ആൻഡ് പ്രൊസീജിയർ. എന്താ രണ്ടാമത് പറയണേ? രണ്ടാമത് പറയണത് ജീവനക്കാരെ തെരഞ്ഞെടുക്കാനും നമ്മൾ പറഞ്ഞു ക്രമപ്പെടുത്താനും അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ് ഒന്നാമത്തെ ഡ്യൂട്ടി. രണ്ടാമത് പറഞ്ഞത് തന്ത്രപരമായ പദ്ധതികളിലേക്കും ഓപ്പറേഷണൽ സ്റ്റാൻഡേർഡ് ഫോർ സ്ട്രാറ്റജിക് പ്ലാനിങ് അല്ലെ. നമ്മൾ വിചാരിക്കാതെ ആ സമയത്ത് എന്തെങ്കിലും ഒരു അത്യാവശ്യ അടിയന്തര ഘട്ടം വരുമ്പോൾ നമ്മൾ മുൻകൂട്ടി ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല, പെട്ടെന്ന് ആ സമയത്ത് നമുക്ക് ഉചിതം പോലെ എന്താ തോന്നണേ, നമ്മൾ ആ സമയത്ത് പ്രവർത്തിക്കും. ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല അല്ലെ. കാരണം എങ്ങനത്തെ പേഷ്യന്റാ വല്യെന്ന് പറയാൻ പറ്റൂല. പല പേഷ്യന്റ് പല ഇഞ്ചുറി ആയിരിക്കും. ചിലത് സീരിയസ് ആയിട്ട് വരും, ചിലത് സിമ്പിൾ ആയിട്ട് വരും. ചിലപ്പോ സിമ്പിൾ ആയിട്ട് വന്നതായിരിക്കും പിന്നീട് സീരിയസ് ആവണതും മരിക്കണതും. സീരിയസ് ആയി വന്ന പേഷ്യന്റ് രക്ഷപ്പെടും, സിമ്പിൾ ആയി വന്നവര് അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ അതിനെന്ത് വേണം? അതിന് തന്ത്രപരമായ പദ്ധതി വേണം, സ്ട്രാറ്റജി പ്ലാൻ വേണം. പിന്നെ അതിന്റെ നടപടിക്രമങ്ങൾ, അതിന്റെ പ്രൊസീജിയർ, വിവരങ്ങൾ സമ്പാദന ചെയ്യുന്നതിലൂടെ ഉള്ള നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ വിവരങ്ങൾ അവിടെ എന്തെങ്കിലും വിവരങ്ങൾ ഒരു അടിയന്തര ഒരു എമർജൻസി കേസ് വന്നു, ആ കേസ് എന്തെങ്കിലും വരുമ്പോഴാണെങ്കിൽ അതിന്റെ വിവരങ്ങള് എന്ത് വേണം? അതിന്റെ മാനദണ്ഡങ്ങൾ അതിനനുസരിച്ച് നമ്മൾ പാലിക്കണം. ഡ്യൂട്ടീസ് അവരുടെ ഡ്യൂട്ടീസ് ആണ്. ആരാണ്? സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടി. ഒന്നും കൂടിയും പറയാം, മീറ്റ് ഓപ്പറേഷണൽ സ്റ്റാൻഡേർഡ് ഡൊണേറ്റിംഗ് സ്ട്രാറ്റജിക് പ്ലാൻസ് ആൻഡ് പ്രൊസീജിയർ. എന്തെങ്കിലും സ്ട്രാറ്റജിക് പ്ലാന് അതിന്റെ നടപടിക്രമങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ ചെയ്യുന്നതിലൂടെ അതിന്റെ അതിനനുസരിച്ച മാനദണ്ഡങ്ങൾ എന്താണോ അതനുസരിച്ച് പാലിക്കണം നഴ്സിംഗ് സൂപ്പർവൈസർ. മൂന്നാമത്തെ നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണ് മെയിൻറ്റെയിൻ നഴ്സിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് റൈറ്റ് നോംസ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ. എന്താ പറഞ്ഞ? വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ പേഷ്യന്റിന്റെ സേവന ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് തിരിച്ചറിയുക. എന്താ പറഞ്ഞേ? മെയിൻറ്റെയിൻ ചെയ്യുക. എന്താ മെയിൻറ്റെയിൻ ചെയ്യുന്നേ? നഴ്സിംഗ് പ്രിൻസിപ്പിൾസ്. നഴ്സുമാർക്ക് ഓരോ പ്രിൻസിപ്പിൾ ഉണ്ടാവും. ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ, അങ്ങനെ ഓരോ പ്രിൻസിപ്പിൾ ഉണ്ടാവും. ആ പ്രിൻസിപ്പിള് വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കാനുള്ളതിലൂടെ രോഗിയുടെ സേവനാവശ്യങ്ങൾ എന്ന് വെച്ചാൽ ആ ഒരു നഴ്സ് എന്താണോ ഡ്യൂട്ടി ചെയ്യണം അതിന്റെ ആ ഒരു റിലേഷൻ, പേഷ്യന്റും നഴ്സുമാരും തമ്മിൽ ഏറ്റവും കൂടുതൽ റിലേഷന് ഒന്നല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് നഴ്സും അവിടുത്തെ അസിസ്റ്റന്റ് അവരായിരിക്കും കൂടുതൽ പേഷ്യന്റ് ആയിട്ട് ഇടപെടുന്നത് അല്ലെ. വേറെ ഹെഡ് നഴ്സ് ഒക്കെ വല്ലപ്പോഴും വരുള്ളൂ. ഹെഡ് നഴ്സ് ഒക്കെ എപ്പോ വരും? വല്ലപ്പോഴും മാത്രമേ വരുള്ളൂ. ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് ആരായിരിക്കും? ഈ പറഞ്ഞവരായിരിക്കും. ആരാ? സൂപ്പർവൈസറും പിന്നെ ആയിരിക്കും ഇവരെല്ലാ കാര്യത്തിലും ഇടപെടുന്നത് സൂപ്പർവൈസറോട് അല്ലെ. അപ്പൊ ഇതിലാണ് പറഞ്ഞത് വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ പേഷ്യന്റിന്റെ സേവന ആവശ്യങ്ങൾ, എന്തെല്ലാം സേവനങ്ങൾ ചെയ്യാനുണ്ടോ അതിന്റെ ആവശ്യങ്ങള് തിരിച്ചറിയുക. നെക്സ്റ്റ്, ഐഡന്റിഫൈ പേഷ്യന്റ് സർവീസ് നീഡ്സ് ബൈ എസ്റ്റാബ്ലിഷിംഗ് പേഴ്സണൽ റിലേഷൻഷിപ്പ്. എന്താ പറഞ്ഞ? ഐഡന്റിഫൈ പേഷ്യന്റ് സർവീസ് നീഡ്സ്. അതാണ് വ്യക്തിപരമായിട്ട് കാര്യങ്ങൾ. ഒരു മിനിറ്റ്. ഓക്കേണോ? സ്ക്രീനിലില്ലല്ലോ, ഇപ്പൊ കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? കാണുന്നില്ലേ?
ആർക്കാ കാണില്ല എന്ന് പറഞ്ഞതാരാ? ഇപ്പൊ തന്നെ എന്തോ മെസ്സേജ് ഇട്ടല്ല, സ്ക്രീനിൽ കാണുന്നില്ല എന്ന്. ഓക്കെ, സൂപ്പർവൈസറിൽ എടുക്കണേ, കാണാം. ഓക്കെ, അതെ, കാണാത്തവർക്ക് പുച്ചായില്ലേ? ഇപ്പൊ ഏകദേശം 2:15 3:15 അപ്പൊ നെറ്റ് ഒരുപാട് ഉപയോഗിച്ചിട്ട് പകല് മുഴുവനും നെറ്റ് ഉപയോഗിച്ചിട്ട് നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ ഒന്ന് ഇറങ്ങിയിട്ട് കേറിയാ ശരിയാവും. ഓക്കെ, ഇവിടെ ക്ലിയർ ആണ്. ചൂട്, ഭയങ്കര ചൂട്. ഓക്കെ, അപ്പൊ മെയിൻറ്റെയിൻ പ്രിൻസിപ്പിൾസ് ആൻഡ് റൈറ്റ് ഡൗൺ പോളിസീസ് ആൻഡ് ഫാൻ ഉണ്ട്. ഫാൻ ഏറ്റവും മുകളിലാണ്. അപ്പൊ എന്താ ചെയ്യാൻ? മെയിൻറ്റെയിൻ ചെയ്യണം. എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം? നഴ്സിംഗ് തത്വങ്ങൾ പാലിക്കുകയും അതിന്റെ നയങ്ങള്, നടപടിക്രമങ്ങള്, പ്രൊസീജിയർ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഐഡന്റിഫൈ പേഷ്യന്റ് സർവീസ് നീഡ്സ് ടു എസ്റ്റാബ്ലിഷ് പേഴ്സണൽ റിലേഷൻഷിപ്പ്. അതുപോലെ വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുന്നതിന് രോഗിക്ക് ആവശ്യമായ ആ ഒരു റിലേഷൻഷിപ്പ്, പേഴ്സണൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വെച്ചാൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് സ്ഥാപിക്കാൻ വേണ്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളത് മനസ്സിലാക്കണം. പേഷ്യന്റിന്റെ അടുത്ത് പോയിട്ട് ഉള്ള റിലേഷൻ, അവർ തമ്മിലുള്ള ഒരു റിലേഷൻ, നമ്മൾ പേഷ്യന്റും ആ ഒരു നഴ്സുമാരും തമ്മിൽ ഏറ്റവും നല്ല അടുപ്പായിരിക്കും. ഡിസ്ചാർജ് ചെയ്ത് പോയാലും ചിലവർക്ക് ആ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു വിഷമമായിരിക്കും, അല്ലെ? അവരായിട്ട് കൂടുതൽ വരുമ്പോൾ ഒരു വിഷമമാണെങ്കിലും അവിടെ ഒരാഴ്ചക്കെ പേഷ്യന്റ് അവിടെ അഡ്മിറ്റ് ആയി പിന്നെ പോകുമ്പോ ആ പേഷ്യന്റിനായാലും നഴ്സുമാർക്കായാലും ഒരു ഉള്ളിൽ വിഷമമായിരിക്കും. കാരണം എന്താ, അവര് നല്ലതായിരുന്നു, നല്ലതായിട്ട് സംസാരിക്കുമായിരുന്നു, എന്റെ മോളെ പോലെ എന്നൊക്കെ നമ്മൾ പറയും, അല്ലെ? അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പ്, പേഴ്സണൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ്, അവരായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ സ്ഥാപിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? ഐഡന്റിഫൈ പേഷ്യന്റ് സർവീസ് നീഡ്സ്, പേഷ്യന്റിന്റെ സേവന ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാനായിട്ട്. നെക്സ്റ്റ്, പ്രൊവൈഡ് ഇൻഫർമേഷൻ നീഡഡ് ടു പേഷ്യന്റ് ആൻഡ് ഹെൽത്ത് കെയർ ടീം. എന്താ? രോഗിക്കും ഹെൽത്ത് കെയർ ടീമിനും ആവശ്യമായ വിവരങ്ങൾ നൽകുക. പ്രൊവൈഡ്, കൊടുക്കുക. എന്ത് കൊടുക്കണം? അറിവുകൾ, ഇൻഫർമേഷൻ നീഡഡ് ടു പേഷ്യന്റ് ആൻഡ് ഹെൽത്ത് കെയർ. പേഷ്യന്റിന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, അതിന്റെ ആരോഗ്യപരമായിട്ടുള്ള ഹെൽത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ആവശ്യ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം കൊടുക്കണം. ഇതൊക്കെ സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇപ്പൊ നമ്മള് എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾ പറയും സൂപ്പർവൈസർ കുറച്ചും കൂടി മുകളിലുള്ള ആള്, അതിന് തൊട്ട് താഴെ നഴ്സിംഗ് സ്റ്റാഫ് ഇൻചാർജ് വല്ലുണ്ട്. നമ്മൾ ഇൻചാർജിനോട് എന്തെങ്കിലും പേഷ്യന്റ് ചോദിക്കുകയാണ്, ഇൻചാർജിനോട് മോളെ ഞങ്ങള് എന്താണ് ഞങ്ങളുടെ അസുഖം എന്തെങ്കിലും ചോദിക്കുമ്പോൾ ചില ഇൻചാർജ് പറയും നിങ്ങളോട് പറയാനുള്ളത് മോളിൽ നിന്ന് പറയൂട്ടാ എന്ന് പറയും. അതെന്താ അങ്ങനെ പറയണത്? ഇവർക്കല്ല ഡ്യൂട്ടി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ നഴ്സിംഗ് സൂപ്പർവൈസർ ഉണ്ടാവും, അല്ലെ? അവരാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ നമ്മള് നഴ്സ് സംബന്ധിച്ച് നമ്മള് രോഗവിവരങ്ങൾ കെയർ മാത്രമേ നോക്കുള്ളൂ. ബാക്കി എന്തെങ്കിലും അവർക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. പിന്നെ മെയിൻറ്റെയിൻ ഡോക്യുമെന്റേഷൻ ഓഫ് പേഷ്യന്റ് കെയർ സർവീസ് എന്ന് വെച്ചാൽ എന്താ? പേഷ്യന്റിന്റെ ആ ഒരു കെയർ ചെയ്യണ സേവനത്തിന്റെ ഡോക്യുമെന്റേഷൻ സൂക്ഷിക്കുക. ഇവര് പേഷ്യന്റിന്റെ ഹോസ്പിറ്റലിൽ നിന്ന് പോയി അങ്ങനെയുള്ള കാര്യങ്ങൾ ഡോക്യുമെന്റേഷൻ ഒക്കെ സൂക്ഷിക്കുന്നത് ആരാ? നഴ്സിംഗ് സൂപ്പർവൈസർ. അതൊരു പുതിയ അറിവാണല്ലേ? ഈ ഡോക്യുമെന്റേഷൻ ഒക്കെ സൂക്ഷിക്കുന്നത് ആരാ? നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. മെയിൻറ്റെയിൻ ഡോക്യുമെന്റേഷൻ ഓഫ് പേഷ്യന്റ് കെയർ സർവീസ്. പേഷ്യന്റിന് എന്തെങ്കിലും നമ്മൾ കെയർ സേവനങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡോക്യുമെന്റേഷൻ സൂക്ഷിച്ചു വെക്കുന്നത് നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. നെക്സ്റ്റ്, കൺഫേം ഓപ്പറേഷൻ ഓഫ് മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്യുപ്മെന്റ് ആൻഡ് വെരിഫൈ എമർജൻസി എക്യുപ്മെന്റ് അവൈലബിലിറ്റി. എന്താ? മെഡിക്കൽ അഡ്മിനിസ്ട്രേഷനിലെ ഉപകരണങ്ങളുടെ പ്രവർത്തനം സ്ഥിരീകരിക്കുകയും, എന്നുവെച്ചാൽ അവിടെ ഒരുപാട് എക്യുപ്മെന്റ് ഉണ്ട് ഹോസ്പിറ്റലിൽ, അല്ലെ? ICU ആയാലും വെന്റിലേറ്റർ ആയാലും ഓപ്പറേഷൻ തിയേറ്റർ ആയാലും അങ്ങനത്തെ ഉള്ള എക്യുപ്മെന്റ്, അങ്ങനെയുള്ള ഉപകരണങ്ങളുടെ പ്രവർത്തനം സ്ഥിരീകരിക്കണം. ഇപ്പൊ ഓക്സിജൻ, ഒരു പേഷ്യന്റിന് ഓക്സിജൻ ആവശ്യം വന്നു, അതൊരു എക്യുപ്മെന്റ് ആണ്. ഓക്സിജൻ സിലിണ്ടർ കണ്ടിട്ടില്ലേ? അതൊരു എക്യുപ്മെന്റ് ആണ്. ഓക്സിജൻ സിലിണ്ടറിലെ ഓക്സിജൻ ഉണ്ടോ അതോ നിറയാണോ കാലിയാണോ എന്ന് ആര് നോക്കണം? ഈ നഴ്സിംഗ് സൂപ്പർവൈസർ നോക്കണം. സൂപ്പർവൈസർ അതിൽ തന്നെ അറിയാം. സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ എന്താ? എല്ലാ കാര്യങ്ങളും ഓടി നോക്കണത്, ഓൾ ഇൻ റോള്, അല്ലെ? എല്ലാത്തിലും അവർക്ക് ജോലിയൊന്നും ചെയ്യണ്ട, അവര് വർക്ക് ചെയ്യിപ്പിച്ചാൽ മതി. അത് ഇത് എന്നുള്ള സൂപ്പർവൈസർ ആണ് അവര്, അല്ലെ? അപ്പൊ ഈ ഓക്സിജൻ സിലിണ്ടർ ഉണ്ടെങ്കിൽ അതിൽ തീർന്നെങ്കിൽ ഓക്സിജൻ ഇല്ല, ഈ പേഷ്യന്റിന്റെ ഓക്സിജൻ സിലിണ്ടർ വേണമെന്ന്, അപ്പൊ അതിന്റെ കാര്യങ്ങൾ റെഡിയാക്കാം. ഇപ്പൊ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ, അവിടുത്തെ എക്യുപ്മെന്റിന്റെ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിന്റെ പ്രവർത്തനം സ്ഥിരീകരിക്കുക. അത് പ്രവർത്തിക്കുന്നുണ്ടോ?
നമ്മൾ ടെസ്റ്റ് ചെയ്യുക പേഷ്യന്റിന് കൊടുക്കുന്നതിന് മുമ്പ് അത് പ്രവർത്തിക്കുന്നുണ്ടോ, അതിൽ ഓക്സിജൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കിയിരിക്കുകയും പിന്നെ അടിയന്തര ഉപകരണങ്ങളുടെ ലഭ്യത പരിശോധിക്കുകയും വേണം. അടിയന്തര ഉപകരണം എന്ന് വെച്ചാൽ എമർജൻസി പേഷ്യന്റ് ഒക്കെ വരുമ്പോൾ ഓക്സിജനൊക്കെ അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ ഈ ഓക്സിജൻ എമർജൻസി പേഷ്യന്റിന് ശ്വാസം എടുക്കാൻ നമ്മൾ ഓക്സിജൻ കൊടുക്കണം എന്താ, സ്വന്തമായിട്ട് അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റാണ്ടാവുമ്പോൾ നമ്മൾ ഈ ഓക്സിജൻ മാസ്ക് വെക്കും, അപ്പോഴാണ് അവർക്ക് ഓക്സിജൻ കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ എമർജൻസി പേഷ്യന്റ് വരുമ്പോൾ ഈ ഓക്സിജന് ഉള്ള ഈ കാര്യങ്ങളൊക്കെ എമർജൻസി ആണ്. അപ്പൊ ആ ടൈമിൽ നമ്മൾ കറക്റ്റ് പോയി ഒരു ഓക്സിജൻ സിലിണ്ടർ ഇല്ല ഞാൻ നിറയ്ക്കട്ടെ എന്ന് പറഞ്ഞ് സീരിയസ് ആയ ഒരു പേഷ്യന്റ് വിട്ടിട്ട് അത് നിറയ്ക്കാൻ പോകാൻ പറ്റില്ല. അപ്പൊ ഇത് മുൻകൂട്ടി കണ്ടിട്ട് പേഷ്യന്റ് വരുന്നതിന് മുമ്പ് ഇങ്ങനത്തുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കണം. ആരുടെ ഡ്യൂട്ടിയാ? നഴ്സിംഗ് സൂപ്പർവൈസറുടെ ഡ്യൂട്ടി. അപ്പൊ ഞാൻ നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്നത് എന്താ? നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്നത് നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് പറയണത്. പിന്നെ ഒരു ലീഡർഷിപ്പിന്റെ ഒരു നേതൃത്വ സ്ഥാനവും നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് ഇത് വർക്ക് ചെയ്യും. 24 മണിക്കൂറും ഹോസ്പിറ്റലില് എന്താവശ്യത്തിനും ആരുണ്ടാവും? നഴ്സിംഗ് സൂപ്പർവൈസർ ഉണ്ടാവും. പിന്നെ നഴ്സിംഗ് സൂപ്പർവൈസർ നേരിട്ടല്ലെങ്കിൽ കൺസൾട്ടേഷൻ മുഖേന ഓൺ കോൾ വഴിയെങ്ങാനും നമുക്ക് ഹോസ്പിറ്റലിൽ ഹാജരാവാൻ പറ്റും. ഓക്കെ. പിന്നെ പറഞ്ഞത് എന്താ? നഴ്സിംഗ് സുപ്പീരിയന്റ് ഇല്ലെങ്കിൽ ആ സമയത്ത് അവിടെ ഡ്യൂട്ടി എടുക്കാൻ ആര് പറ്റും? നഴ്സിംഗ് സൂപ്പർവൈസർ പറ്റും. ഓക്കെ. ഇനി ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റി പറഞ്ഞത് ഒന്നാമത്തെ ഡ്യൂട്ടീസ് എന്താ പറഞ്ഞേ? ഒന്നാമത്തെ ഡ്യൂട്ടീസ് അവർക്ക് ജീവനക്കാരെ അവരുടെ സ്റ്റാഫിനെ തെരഞ്ഞെടുക്കാനും അതിനൊരു ചിട്ടയായിട്ട് ഓർഡർ ക്രമപ്പെടുത്താനും പരിശീലിപ്പിക്കാനും കോച്ചിങ് ഷെഡ്യൂൾ ചെയ്യാനും അവകാശമുണ്ട്. രണ്ടാമത് പറഞ്ഞത് എന്താ? രണ്ടാമത് പറഞ്ഞത് തന്ത്രപരമായ പദ്ധതികളിലേക്കും നടപടിക്രമങ്ങളിലേക്കും വിവരങ്ങൾ സംഭരിക്കുന്നതിലൂടെ അവർ ചെയ്യുന്ന ആ പ്രവർത്തനങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട്, അവരുടെ ഡ്യൂട്ടീസ്, അവർ മാനദണ്ഡങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി കറക്റ്റ് ചെയ്യണം. പിന്നെന്താ? പിന്നെ പറഞ്ഞത് നഴ്സിംഗ് ചട്ടങ്ങൾ പാലിക്കുകയും അതിന്റെ മാനദണ്ഡങ്ങൾ, നയങ്ങളും നടപടിക്രമങ്ങളൊക്കെ കറക്റ്റ് എഴുതി വെക്കാം, റൈറ്റിംഗ് എഴുതി ചെയ്യുകയും വേണം. പിന്നെ പറഞ്ഞതാണ് എന്താ? വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കാൻ രോഗിയുടെ സേവന ആവശ്യങ്ങൾ എന്തൊക്കെയുണ്ടോ, രോഗിയുടെ ആവശ്യങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് തിരിച്ചറിയണം. പിന്നെ രോഗിക്കും ഹെൽത്ത് കെയർ ടീമിനും ആവശ്യമുള്ള വിവരങ്ങൾ നൽകുക. പിന്നെ പറഞ്ഞത് എന്താ? രോഗി പരിചരണ സേവനത്തിന്റെ ഡോക്യുമെന്റേഷൻ സൂക്ഷിക്കുക. രോഗിയുടെ എന്തെങ്കിലും കെയറിന്റെ ഡോക്യുമെന്റേഷൻ എന്തെങ്കിലും അതൊക്കെ സൂക്ഷിക്കണം. ലാസ്റ്റ് പറയണത് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഉപകരണങ്ങളുടെ പ്രവർത്തനം വർക്ക് ചെയ്യുന്നുണ്ടോ, അവിടെയുള്ള എക്യുപ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുകയും എമർജൻസി കെയറിന് ആവശ്യമുള്ള ഉപകരണങ്ങൾ ആ സമയത്ത് ലഭ്യമാക്കി കൊടുക്കുകയും ചെയ്യേണ്ട ഡ്യൂട്ടി നഴ്സിംഗ് സൂപ്പർവൈസറിനാണ്. ഓക്കെ. അപ്പൊ നഴ്സിംഗ് സൂപ്പർവൈസർ കഴിഞ്ഞു, അതിന്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റിയും കഴിഞ്ഞു. ഇനി നഴ്സിംഗ് ഇൻചാർജ് ഉണ്ട്, കുറച്ച് എടുക്കണോ? ഇത്രേ ഉള്ളൂ. പറഞ്ഞതന്നെ 2-3 പ്രാവശ്യം എത്തിക്ക് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ തീരാനെ, അല്ലെങ്കിൽ ഇന്നത് തീർക്കേണ്ടതായിരുന്നു അല്ലേ? എടുക്കാം. കൺഫ്യൂഷൻ ആവോ നിങ്ങക്ക്? ഇനി നഴ്സിംഗ് സൂപ്പർവൈസർ ഇന്നിപ്പോ നമ്മൾ 2 എണ്ണം പഠിച്ചു. നഴ്സിംഗ് സൂപ്പർവൈസർ പഠിച്ചു, സുപ്പീരിയന്റ് പഠിച്ചു, സൂപ്പർവൈസർ പഠിച്ചു. ഈ 2 കാര്യം നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളൂ. ഓക്കെ. നമുക്കൊന്ന് ഇൻചാർജ് കൂടി നോക്കാം. 6 മിനിറ്റ് ഉണ്ട്. ഇൻചാർജ് എളുപ്പമാണ്. നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ കാണുന്നതാണ് നഴ്സിംഗ് ഇൻചാർജ്. സാധാരണ ഹോസ്പിറ്റലിൽ വെള്ള കോട്ടൊക്കെ ഇട്ട് വെള്ള സാരി ഇട്ടിട്ട് അവിടെ 2 നഴ്സുമാർ, മിക്ക എല്ലാ ഹോസ്പിറ്റലിലും നഴ്സിംഗ് ഇൻചാർജ് ഉണ്ടാവും. 2 നഴ്സുമാരുണ്ടാവും. ഒരെണ്ണം നഴ്സിംഗ് അസിസ്റ്റന്റും ഒരെണ്ണം സ്റ്റാഫ് നഴ്സും അല്ലെ? സ്റ്റാഫ് നഴ്സിനെ നമ്മൾ കാണണം. ഇൻചാർജും ഉണ്ടാവും അവിടെ അതേ ഡ്യൂട്ടി തന്നെ എടുത്തിട്ട്. അവർക്കും വലിയ ഡ്യൂട്ടി ഒന്നുമില്ല. ആ മൊത്തം ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഇൻചാർജ് അത്രേ ഉള്ളൂ. നോക്കാം നമുക്ക്. Is the duty of the nursing in charge to schedule and direct the nursing care in specific ward or unit during each assignment is assigned shift. If there is any problem with the patient, it is the nursing in charge who contact the patient first. If the patient not satisfied with her, the response has to speak to the nurse supervisor. ഒന്നുമില്ല. ഇതിലാകെ പറയണത് എന്താ? ഓരോ ഷിഫ്റ്റിലും ഒരു പ്രത്യേക വാർഡിലോ അല്ലെങ്കിൽ ഒരു യൂണിറ്റിലോ നഴ്സിംഗ് കെയർ ഷെഡ്യൂൾ ചെയ്യുകയോ നയിക്കുകയും ചെയ്യേണ്ടത് ഒരു നഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. ഒരു വാർഡ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് അല്ലെ, മൊത്തമായിട്ട് കൊടുക്കണില്ല. നഴ്സിംഗ് ഇൻചാർജിന് ഒരു വാർഡ് മാത്രമേ കൊടുക്കുള്ളൂ. ഒന്നല്ലെങ്കിൽ ഒരു ഫീമെയിൽ വാർഡ്
അല്ലെങ്കിൽ ഒരു പെയിൻ വാർഡ്, അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റ് വാർഡ്, അല്ലെങ്കിൽ ഒരു ഓർത്തോ വാർഡ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു വാർഡ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഇങ്ങനെ കൊടുക്കുന്നത്. ഇത് ഇങ്ങനെ ഈ ഇത്രയും സാധനങ്ങൾ കൊടുക്കുകയും അവിടുത്തെ കാര്യങ്ങൾ കെയർ ചെയ്യണം. അവിടെ എത്ര പേഷ്യന്റ് ഉണ്ടോ അവിടുത്തെ കാര്യങ്ങൾ നോക്കാം. എല്ലാം നോക്കണ്ട, ഈ ഒരു വാർഡ് ഏതെങ്കിലും ഒരു യൂണിറ്റിലെ കാര്യങ്ങൾ നോക്കുകയും അവിടുത്തെ പേഷ്യന്റിനെ കെയർ ചെയ്യുകയും ഷെഡ്യൂൾ ചെയ്യുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ടതാണ് ഒരു നഴ്സിംഗ് ഇൻചാർജിന്റെ ഡ്യൂട്ടി. മനസ്സിലായ? വേറെ ഒന്നുമില്ല. വാർഡ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ്, അവിടെ ഏതൊക്കെ പേഷ്യന്റ് ഉണ്ട്, അവിടെ എങ്ങനെയൊക്കെ ഉണ്ട് പേഷ്യന്റ് കിടക്കാൻ, അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അത്രയുള്ള അവർക്കുള്ള ഡ്യൂട്ടി. നെക്സ്റ്റ് എന്താ പറഞ്ഞേ? പേഷ്യന്റിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആദ്യം പേഷ്യന്റിനെ ബന്ധപ്പെടുന്നത് നഴ്സിംഗ് ഇൻചാർജ് ആണ്. അത് ഇമ്പോർട്ടന്റ് പോയിന്റ്, അണ്ടർലൈൻ ചെയ്യക്ക. പേഷ്യന്റിന് ഒരു പ്രോബ്ലം വന്നു, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, അപ്പൊ തന്നെ ഓടി വന്നതും എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ആരാ? നഴ്സിംഗ് ഇൻചാർജ്. ഓക്കെ. അവരുടെ പ്രതികരണങ്ങളിൽ പേഷ്യന്റിന് തൃപ്തമല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്പർവൈസറോട് അവർ സംസാരിക്കാൻ പറയൂ. ഓക്കെ. ഇപ്പൊ ഞാൻ നിങ്ങളെ പഠിപ്പിക്കണത് അല്ലേ, എന്റെ മുകളിലുണ്ട്, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് മനസ്സിലാവണില്ല, സ്പീഡ് കൂടണ് എന്നുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരോട് പറയൂ? എന്റെ മുകളിലുള്ളവരോടല്ലേ പറയുള്ളൂ അല്ലെ? അപ്പൊ എന്റെ മുകളിലുള്ള ഓഫീസിന് അവിടെയാണ് നിങ്ങൾ പറയുള്ളൂ. മനസ്സിലായ? അതാണ് ഇവിടെ പറയണത്. ആ നഴ്സിംഗ് ഇൻചാർജ് അവിടുത്തെ ഡ്യൂട്ടി, അവിടുത്തെ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു പേഷ്യന്റിന് ഈ നഴ്സിംഗ് ഡ്യൂട്ടി നോക്കിയിട്ട് ഇഷ്ടമായില്ല, തൃപ്തിയായില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അങ്ങനെ വരുമ്പോൾ അവര് എന്ത് ചെയ്യും? ഈ നഴ്സിന്റെ മുകളിൽ ആരുണ്ട്? നഴ്സിന്റെ മുകളിൽ ആരുണ്ട്? നമ്മുടെ സൂപ്പർവൈസർ ഉണ്ട് അല്ലേ? ആ സൂപ്പർവൈസറോട് പോയി കംപ്ലൈന്റ് പറയൂ. മനസ്സിലായ? അതാണ് ഇവിടെ പറഞ്ഞത്. അവരുടെ പ്രതികരണത്തിൽ ഇവര് ഈ പേഷ്യന്റിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ സ്റ്റാഫിന്, ഈ ഇൻചാർജിന് എന്തെങ്കിലും സൂപ്പർവൈസറോട് സംസാരിക്കാൻ പറയും. സൂപ്പർവൈസർ നമ്മൾ മോളിൽ പഠിച്ചു, ഇൻചാർജിന്റെ സാറാണ് സൂപ്പർവൈസർ, അങ്ങനെ പഠിക്കാം. ഇൻചാർജിന്റെ സാറ് സൂപ്പർവൈസർ. അപ്പൊ സൂപ്പർവൈസറോട് പറയണം, ഈ നഴ്സ് ശരിയല്ല, ഈ സിസ്റ്റർ എന്നെ മര്യാദക്ക് നോക്കണില്ല, ഇവരെനിക്ക് വേണ്ട, ഇവര് തൃപ്തിയല്ല എന്ന് പറയണം. ഓക്കെ. അതാണ് ആ ഒരു പാരാഗ്രാഫിൽ പറയണേ. അപ്പൊ ഒന്നുമല്ല, ആ ഒരു പാരാഗ്രാഫിൽ പറയണ എന്താ? ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആ കാര്യങ്ങൾ മൊത്തം അവർക്കുള്ള പേഷ്യന്റിനെ നോക്കുക, അവരെ പരിചരിക്കുക, അവർക്ക് വേണ്ട ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുക്കുക. പിന്നെ അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ പ്രോബ്ലം വിത്ത് പേഷ്യന്റിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ ആദ്യം ഓടിയെത്തുന്നത് ഇൻചാർജ് ആയിരിക്കും. ഇൻചാർജ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഓടിയെത്തി ഇൻചാർജിന്റെ അവരുടെ താല്പര്യങ്ങൾ എന്താ വെച്ചാൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇൻചാർജ് വന്നില്ല, തിരിഞ്ഞു നോക്കിയില്ല, മൈൻഡ് ചെയ്തില്ല, അങ്ങനെ ആവുമ്പോ പേഷ്യന്റിന് ഇഷ്ടക്കുറവ് വരും. അപ്പൊ പേഷ്യന്റ് എന്ത് ചെയ്യും? എനിക്ക് ഇഷ്ടമല്ല എന്നും പറഞ്ഞ് മോളിലോട്ട് റിപ്പോർട്ട് കൊടുക്കും. ആ മോളിലത്തെ ആരാ? സൂപ്പർവൈസറിന് കംപ്ലൈന്റ് കൊടുക്കും. ഓക്കെ. അതാണ് ആ ഒരു പാരാഗ്രാഫിൽ പറയണത്. ഇനി അവരെ ഡ്യൂട്ടീസ് എന്താ നോക്കാം. ഇൻചാർജിന്റെ ഡ്യൂട്ടീസ് എന്താ? ഇൻചാർജിന്റെ ഡ്യൂട്ടീസ് സിമ്പിൾ ആണ്. ടു സൂപ്പർവൈസ് ആൻഡ് സപ്പോർട്ട് ഓൾ നഴ്സിംഗ് സ്റ്റാഫ്. താഴെ കുറെ നഴ്സിംഗ് സ്റ്റാഫ് ഇല്ലേ, അവരെല്ലാവരെയും സപ്പോർട്ട് ചെയ്യാം, സൂപ്പർവൈസ് അവർക്കൊരു മേൽനോട്ടവും കൊടുക്കുക. ഓൾ നഴ്സിംഗ് സ്റ്റാഫിനെ സൂപ്പർവൈസും ചെയ്യാം, സപ്പോർട്ടും ചെയ്യാം. ഓക്കെ. ആ നഴ്സിംഗിനുള്ള എല്ലാ സ്റ്റാഫുകൾക്ക് മേൽനോട്ടം വഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടത് ഇൻചാർജ് ആണ്. രണ്ടാമത്തെ എന്താ? റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിൻ ഹൈ ലെവൽ പേഷ്യന്റ് സർവീസ്. ഉയർന്ന തലത്തിലുള്ള പേഷ്യന്റിന് സേവനം നിലനിർത്തുന്നതിനുള്ള ഉത്തരവാദിത്തം. അവർക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പേഷ്യന്റിന് കെയർ കൊടുക്കണം. മനസ്സിലായ? റെസ്പോൺസിബിൾ, അവർ ഉത്തരവാദിത്തം എന്താ? ഹൈ ലെവൽ പേഷ്യന്റ് സർവീസ് കൊടുക്കുക, നല്ല ലെവലില് പേഷ്യന്റിന് സേവിക്കുക. ടു പ്രിപ്പയർ മന്ത്ലി ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റിപ്പോർട്ട് സൂപ്പർവൈസർ. എല്ലാ മാസവും ഡ്യൂട്ടി റോസ്റ്ററിന്റെ റിപ്പോർട്ട് സൂപ്പർവൈസറിനും തയ്യാറാക്കി കൊടുക്കുക. ഡ്യൂട്ടി റോസ്റ്റർ നമ്മൾ പറഞ്ഞു അല്ലേ, നഴ്സുമാരുടെ ഫുള്ള് ഡീറ്റെയിൽ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഇത്. അപ്പൊ ആ ഡ്യൂട്ടി റോസ്റ്ററിനുള്ള എല്ലാ റിപ്പോർട്ട്സും സൂപ്പർവൈസറിന് കൊടുക്കുക. ഇവിടുത്തെ ഇവിടുത്തെ നഴ്സുമാർ ഇങ്ങനെയാണ് ഡ്യൂട്ടി ചെയ്യണത്, ഇവരെ കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് ഇന്ന നഴ്സാണ് എന്നുള്ള കാര്യങ്ങൾ, അതാണ് ഡ്യൂട്ടി റോസ്റ്റർ. അങ്ങനത്തെ ഡീറ്റെയിലും തയ്യാറാക്കിയ ഒരു പ്ലാന് ആ റിപ്പോർട്ട് ആർക്ക് കൊടുക്കണം? സൂപ്പർവൈസറിന് കൊടുക്കണം. തയ്യാറാക്കി കൊടുക്കുക, പ്രിപ്പയർ. ലാസ്റ്റ് എന്താ? ടു മെയിൻറ്റെയിൻ വാർഡ് ഓപ്പറേഷൻ. വാർഡിന്റെ പ്രവർത്തനം നിലനിർത്തുക. വാർഡ് നല്ല രീതിയിൽ പോകുന്നുണ്ടോ? ആ വാർഡിന്റെ ഫുൾ ഇൻചാർജ് ആണ്. അപ്പൊ ആ വാർഡ് നല്ല രീതിയിൽ പോകുന്നുണ്ടോ, വാർഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം?
അത് പ്രവർത്തനങ്ങളൊക്കെ നോക്കാം. ലാസ്റ്റ് പോയിന്റ്, ടു മെയിൻറ്റെയിൻ മെഡിക്കേഷൻസ് ആൻഡ് നാർക്കോട്ടിക്സ് റിപ്പോർട്ട്സ്. മരുന്നുകളും മയക്കുമരുന്ന് റിപ്പോർട്ടുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം, അതിന് നിലനിർത്താം. അതിന്റെ കാര്യങ്ങളൊക്കെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. മെഡിക്കേഷൻസ്, മയക്കുമരുന്ന് അങ്ങനത്തെ നഴ്സുമാരുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇനി വായിച്ചു നോക്കാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, വെൽ, താങ്ക് യു. വെൽക്കം.